പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ഷോപ്പിൽ എല്ലാവരും ഒന്ന് പറയാറുണ്ട്, നമ്മുടെ ഈ ഫലവൃക്ഷ തൈകൾ പറിച്ച് നട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളരുന്നില്ല. വെള്ളം ഒഴിച്ചാലും വളമിട്ടാലും അതിങ്ങനെ മുരടിച്ച് നിൽക്കും. ഒരു വർഷം ആയാലും ആ പ്ലാന്റ് നല്ല രീതിയിലോട്ട് ആകുന്നില്ലെന്ന് പലരും വന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളത് ചെയ്യേണ്ട കാര്യം, നമ്മൾ നഴ്സറിയിൽ നിന്ന് ഏത് പ്ലാന്റ് വാങ്ങിച്ചാലും ആ പ്ലാന്റ് ഏത് ചെറിയ കവറിലാണ്, അത് തിങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് മൊത്തം വേര് വ്യാപിച്ച് തിങ്ങിയിരിക്കുകയാണ്. വേര് എത്രയും ദൂരത്തോട്ട് പോകുന്നു അത്രയും ഗ്രോത്തിലാണ് ആ വൃക്ഷം വളരുന്നത്. ഏത് തൈ ആയാലും നമ്മൾ ചെയ്യേണ്ടത്, നല്ലതായിട്ട് ഒരു 60 സെൻറ്റിമീറ്റർ താഴ്ചയും നമ്മൾ കുഴിയെടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് അടിവളമിടണം. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാരി കമ്പോസ്റ്റ് കൂടുതൽ വേണം. 1 കിലോ ചാരി കമ്പോസ്റ്റ് 1 കിലോ ചാണകപ്പൊടി ഇട്ടാൽ അത്രയും നല്ലത്. അതെന്ന് വെച്ചാൽ ചാരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും കിടക്കുന്ന സ്ഥലത്തോട്ട് ഈ വേര് പോകും. എന്നിട്ട് നമ്മൾ അങ്ങനെ തടത്തിൽ ആ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം സ്വല്പം ഡോളാമേറ്റും, ഒരു 20 ഗ്രാം ഡോളാമേറ്റും ഇട്ട് കൊടുക്കണം. അണുക്കൾ വല്ലതുകൊണ്ട് നശിക്കാനും ആ മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റ് ആക്കാനും ഒക്കെ വേണ്ടി ചെയ്യണം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 5 ദിവസം കഴിഞ്ഞ് ആ തൈ നടണ്ടേ. എന്നിരുന്നാലും വളത്തോടൊപ്പം ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഈ തൈയാണ് നമ്മൾ ആ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് വേരൊക്കെ നന്നായിട്ട് ഒടിച്ച്, ഒത്തിരി വേരുണ്ട്, ഏറ്റവും വെള്ളത്തെ വേരൊക്കെ ഒന്ന് സൈഡിൽ വരുന്ന കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നമ്മൾ മണ്ണിലോട്ട് നട്ട് കൊടുക്കാനായിട്ട്. നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പുതയിട്ട് കൊടുക്കണം. ആ മണ്ണ് ഈർപ്പം ഉണ്ടാകാൻ വേണ്ടി മാത്രമേ വെള്ളം നനയ്ക്കാവൂ. തടത്തിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ ഒരിക്കലും വെള്ളം നനയ്ക്കരുത്. പിന്നെ തന്നെയുമല്ല, ഒരു 2 മാസം കൂടിയിരിക്കുമ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ട് വളമിട്ട് കൊടുക്കണം. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് തടത്തിലിട്ട് കൊടുക്കണം. അടുത്ത തവണ മണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ മണ്ണിന് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നമുക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വളം ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് സ്വല്പം ചാരം തൂവി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെടി നല്ല ഗ്രോത്തിൽ വളരും. ഒരു 6 മാസം കൊണ്ട് ചെടി നല്ല രീതിയിൽ വളർന്നുണ്ടാക്കും. ഒരു 2ാമത്തെ വർഷം മുതൽ നമുക്കതിനകത്ത് കായ്ഫലം ഉണ്ടാകുകയും ചെയ്യും. ഈ ബഡ് തൈകളെന്ന് പറയുമ്പോൾ, അല്ലെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെല്ലാം നല്ല രീതിയിൽ ഉൽപ്പാദനക്ഷമതയുള്ള തൈകളാണ്. അപ്പം നമ്മളങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇല്ലാതെ തന്നെ ഇതിനകത്തൊന്നും നമുക്ക് ആദായം എടുത്ത് തുടങ്ങാം. അപ്പം പ്ലാന്റ് ഏറ്റവും ആദ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പിന്നെ അതിനകത്ത് ഈ പേര, മാവ് ഇതിനൊക്കെ ഫംഗിസൈഡ് തളിച്ചു കൊടുക്കണം. സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ഉണ്ട്. അതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ അടിവശത്ത് വേണം, ഇലയുടെയൊക്കെ അടിവശത്തും എല്ലാ തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ ബോർഡോ മിശ്രിതം അത് തളിച്ചു കൊടുത്താലും കുമിൾ രോഗത്തിന് ഏറ്റവും നല്ലതാണ്. ഇല കരിയുന്ന രോഗവും കമ്പുണങ്ങുന്ന രോഗവും ഒക്കെ മാറിക്കിട്ടും. ബോർഡോ മിശ്രിതം എന്ന് പറയുമ്പോഴത്തേക്കിന് തുരിശും കുമ്മായവുമാണ്. അത് സമ രീതിയിൽ 5 ഗ്രാമാണെങ്കിൽ 5 ഗ്രാം സെയിം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കമ്പയിലൊക്കെ വേണേൽ ഒന്ന് ബ്രഷ് കൊണ്ട് തളിച്ചു കൊടുക്കുകയും ചെയ്യാം, അല്ല ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ പ്ലാന്റ് 2 വർഷം കൊണ്ട് നല്ല വലിയൊരു തൈയായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം അതിനകത്തുനിന്ന് ഫലങ്ങളൊക്കെ പറിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ.